Based on IP version, IPv4 സ്ട്രക്ചർ ആണ് പറയാൻ പോകുന്നത്. നിങ്ങൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്, അതായത് IP-നെ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ്സിന് ബേസ്ഡ് ഓൺ IP വേർഷൻ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരെണ്ണമാണ് IPv4, രണ്ടാമത്തെയാണ് IPv6 എന്ന് പറയുന്നത്. അപ്പൊ ഈ IPv4 എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കോമൺ ഫോം IP അഡ്രസ് ആണ്. അപ്പൊ ഇതിന് എന്തുകൊണ്ടാണ് IPv4 എന്ന് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 സെറ്റ്സ് ഓഫ് നമ്പേഴ്സ് ഉണ്ട്. അതായത് 4 സെറ്റ്സ് ഓഫ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 4 ഒക്ടറ്റ്സ് തരാം. 4 സെറ്റ്സ് ഓഫ് നമ്പേഴ്സ് ഉണ്ട്. അതാണ് ഒക്ടറ്റ്സ്. ഒക്ടറ്റ് എന്ന് പറഞ്ഞാൽ 8 ബിറ്റ്. ഒക്ടറ്റ്സ് എന്ന് പറഞ്ഞാൽ 8 ബിറ്റ്സ്. 8 ബിറ്റ്സിന്റെ 4 സെറ്റ്, അതാണ് എന്തെന്ന് പറയുന്നത് 4 സെറ്റ്സ് ഓഫ് ഒക്ടറ്റ്സ് എന്ന് പറയുന്നത്. ഇതിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് ഡോട്ട്സ് ആണ്. അപ്പോ ഫസ്റ്റ് ഒക്ടറ്റ് ഡോട്ട്, സെക്കൻഡ് ഒക്ടറ്റ് ഡോട്ട്, തേർഡ് ഒക്ടറ്റ് ഡോട്ട്, ഫോർത്ത് ഒക്ടറ്റ്, അതാണ് 4 സെറ്റ്. അതുകൊണ്ടാണ് അതിനെ IPv4 എന്ന് പറയാനുള്ള കാരണം. ഓക്കെ, ഇനി ഈ ഫോർമാറ്റ് എന്ന് പറയുന്നത് 4 മില്യൺ യൂണിക് അഡ്രസ്സസ് സപ്പോർട്ട് ചെയ്യും. കാരണം എന്താ, ഇപ്പൊ 8, അതായത് 8, 8, 8, 8, അപ്പൊ മൊത്തം 2^32 അത്രയും ബിറ്റ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, അത്രയും യൂണിക് അഡ്രസ്സസ് ഇത് സപ്പോർട്ട് ചെയ്യുന്നതാണ് 4 ബില്യൺ എന്ന് പറയുന്നത്. ഈച്ച് ഒക്ടറ്റ് റെപ്രസെന്റ്സ് 8 ബിറ്റ്സ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 8 ബിറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ബൈറ്റ്. ഓക്കെ, ഒരു ബൈറ്റ്. അപ്പൊ 8 ബൈറ്റ് ആണ് അല്ലെ, അതായത് സോറി, ഒരു ബൈറ്റ് ആണ് 8 ബിറ്റ്. അപ്പോ എങ്ങനെ വരും, 1, 2, 3, 4, 5, 6, 7, 8. അതായത് 2^0, 2^1, 2^2², 2³ 2^4, 2^5, 2^6 ആൻഡ് 2^7. അത്രയും ബിറ്റ്. അപ്പൊ 2^7 എന്ന് പറയുന്നത് എത്രയാ, 255 ആണ് അല്ലെ. 250, 250, 2^7 എന്ന് പറയുന്നത് 2. അപ്പൊ 0 മുതൽ എത്ര വരെ, 256. അത്രയും എന്ത് ചെയ്യും, ബിറ്റിനെ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അപ്പൊ 0 മുതൽ 255 വരെ എന്ത് ചെയ്യുന്നുണ്ട്, അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് 8 ബിറ്റ്സ് ആയതുകൊണ്ട്. ഓക്കെ, 8 ബിറ്റ്സ് ആയതുകൊണ്ട് 2^0, 2^1 അങ്ങനെ. ഇനി അതിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് നോക്കിയേ, ഫസ്റ്റ് ഒക്ടറ്റ്. ഈ ഫസ്റ്റ് ഒക്ടറ്റിൽ 4 ഒക്ടറ്റ് ഉണ്ട്. ഈ 4 ഒക്ടറ്റിലത്തെ ഒരു അഡ്രസ്സാണ് തന്നിരിക്കുന്നത്, ഒരു IPv4 അഡ്രസ്സാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഓരോന്നിലും 0 മുതൽ 255 വരെയുള്ള നമ്പർ വെച്ചിട്ട് എന്ത് ചെയ്യാം, റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഇത് നോക്കാം, ഇതപ്പോ എത്രയാ, 0 മുതൽ 255 വരെയാണ്, ഇതിലും 0 മുതൽ 255 വരെയാണ്, ഇതിലും 255 വരെയാണ്, ഇതിലും 0 മുതൽ 255 വരെയാണ്. അപ്പൊ അതിന്റെ ഒരു സ്ട്രക്ചർ നോക്കിയാൽ, ഇപ്പൊ ഒരു അഡ്രസ് ഡോട്ട്, ഓരോന്നും ഓരോ ഒക്ടറ്റ് ആണ് അതിനെ റെപ്രസെന്റ് ചെയ്യും. അപ്പൊ ഇവിടെ എന്ത് വാല്യൂ കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ബൈനറി നമ്പർ ആണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. അപ്പൊ ടോട്ടൽ എത്ര ബൈറ്റ്സ് ആണ്, 4 ബൈറ്റ്സ് ആണ്, അതായത് 32 ബിറ്റ്സ് ഫോർമാറ്റ്. ഇതാണ് IPv4ന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി ഇതിലെന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ഫസ്റ്റ് ഒക്ടറ്റ്, സെക്കൻഡ്, ആദ്യത്തെ നമ്പർ ആണ് ഫസ്റ്റ് ഒക്ടറ്റ്, രണ്ടാമത്തെ നമ്പർ സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, അങ്ങനെയാണ് നമ്മൾ ഒക്ടറ്റിന് പറയുന്നത്. ഓക്കെ, ഇനി ഓരോ പാർട്ടും, ഈ IP അഡ്രസ്സിലെ ഓരോ പാർട്ടും ഓരോ ആസ്പെക്ട്സ് ഓഫ് ദി ഇന്റർനെറ്റ് കോൺഫിഗറേഷനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനി അപ്പൊ IPv6. അപ്പൊ V6 എന്ന് പറയുമ്പോൾ എന്താണ്, അതായത് കുറച്ച് ഷോർട്ടേജ് ഉണ്ട് IPv4-ന്. അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് IPv4. ഇനി ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് 128 ബിറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യണത് 32 ബിറ്റ്സിന് പകരം. അതായത് നാല് സെറ്റ് ഉണ്ട് 8 ബിറ്റിന്റെ. അപ്പൊ മൊത്തം 32 ബിറ്റ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതിന് പകരം നമ്മൾ എത്ര ബിറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്, 128 ബിറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ 128 ബിറ്റ്സ് എന്ന് പറയുന്നത്, അപ്പോൾ 128 ബിറ്റ്സ് അത്രയാകുമ്പോൾ നമുക്ക് എന്താ, കുറെ അധികം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ, കുറെ അധികം യൂണിക് അഡ്രസ്സസ് പറ്റും. ഇനി ഇതിലെന്ന് പറയുന്നത് നമ്മൾ 4 ബിറ്റ്സിന്റെ ഗ്രൂപ്പാണ്. IPv4-ൽ നമ്മൾ 4 ബിറ്റ്സിന്റെ ഗ്രൂപ്പ് ആണെങ്കിൽ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു 16 ബിറ്റ്സിന്റെ ഗ്രൂപ്പ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ എത്ര വരെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, 16 ബിറ്റ്സ് ആകുമ്പോൾ നമുക്ക് അത്രയും വരെ യൂസ് ചെയ്യാം. കണ്ടോ, 16 ബിറ്റ്സ്, അതായത് 128 ബിറ്റ്സ്, നമ്മൾ 16 ബിറ്റ്സ് വെച്ചിട്ട്. ഇനി IPv4-ൽ
IPv4 നമ്മൾ ഓരോ ഒക്ടറ്റും സെപ്പറേറ്റ് ചെയ്യണത് ഡോട്ട് ആണെങ്കിൽ IPv6 നമ്മൾ കോളൻ വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു അഡ്രസ് റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ 4, അതായത് ഇത് 4 ബിറ്റ്, ഇത് 4 ബിറ്റ്, ഇത് 4 ബിറ്റ്, ഇത് 4 ബിറ്റ്, അതായത് ഒരു 16 ബിറ്റിന് തന്നെ 4 ബിറ്റ് വെച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ D വരാനുള്ള കാരണം. അതായത് വരുമ്പോ എങ്ങനെയാ 2 raised to 0, 2 raised to 0, 2 raised to 1, 2 square, 2 raised to 4, അത്രയും നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അതായത് 0 to 15 വരെ റെപ്രസെന്റ് ചെയ്യാം. അതിൽ 10 മുതൽ നമ്മൾ എന്താ ABCD എന്നായിരിക്കും നമ്മൾ പറയാം. അതുകൊണ്ടാണ് ഇവിടെ D എന്ന് പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്യാനുള്ള കാരണം. അപ്പൊ ഇതാണ് IPv4ന്റെയും IPv6ന്റെയും സ്ട്രക്ചർ പറയണത്.